ഹലോ, ഡോക്ടർ മിനി പി ജി, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽ റുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് മാസമുറ നിന്നതിന് ശേഷമുള്ള രക്തസ്രാവത്തെക്കുറിച്ച് മനസ്സിലാക്കാം. പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഒരു മാസമുറ നിന്ന് കഴിഞ്ഞിട്ട്, ഒരു വർഷം മാസമുറ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ബ്ലീഡിങ്ങിനെയാണ്. സാധാരണയായിട്ട് 47 മുതൽ 52 വയസ്സിൻ്റെ ഉള്ളിൽ സ്ത്രീകളുടെ മാസമുറ നിൽക്കാറാണ് പതിവ്. ഈ മാസമുറ നിന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ ബ്ലീഡിങ് ഉണ്ടാവുന്നതിനെയാണ് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ഈ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് പല കാരണങ്ങൾ കൊണ്ട് വരാം. അത് വജൈനയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരാം, സെർവെക്സിലുള്ള ദശവളർച്ച, ഇറോഷൻ എന്നതുകൊണ്ട് വരാം, യൂട്രസിൻ്റെ ഉൾഭിത്തിയുടെ കട്ടി കൂടുന്നത് കൊണ്ട് വരാം, കട്ടി കുറഞ്ഞ് വളരെ തിന്നായി അട്രോഫി എന്ന് പറയും, അങ്ങനെ വന്നിട്ട് യൂട്രസിൻ്റെ ഉള്ളിലെ ബ്ലഡ് വെസൽസ് എക്സ്പോസ്ഡ് ആയിട്ട് ബ്ലീഡിങ് വരാം. അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഉള്ളിലുള്ള ദശവളർച്ച മുഴകൾ കൊണ്ടുവരാം. പിന്നെ ഓവറിയിലുള്ള മുഴകൾ കൊണ്ട് ഹോർമോൺസ് വന്നിട്ട് യൂട്രസിൻ്റെ ഉൾഭിത്തി തിക്കായിട്ട് അങ്ങനെ ബ്ലീഡിങ് വരാം. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് വരുന്നത്. ഇതിൽ 90% പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ 10% കേസസിൽ ഇത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് ഒരു സ്ത്രീക്ക് വരികയാണെങ്കിൽ അവർ ഏതായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഗൈനക്കോളജിക്കൽ എക്സാമിനേഷൻ ചെയ്തിട്ട് സെർവിക്സ്, വജൈന എല്ലാം നോർമൽ ആണോ എന്ന് നോക്കും. പിന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തു നോക്കും. ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ നമുക്ക് യൂട്രസിൻ്റെ ഉൾഭിത്തിയുടെ തിക്നെസ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. യൂട്രസിൻ്റെ ഉള്ളിൽ മുഴകളോ അല്ലെങ്കിൽ ദശവളർച്ചയോ ഓവറിയിൽ സിസ്റ്റോ അല്ലെങ്കിൽ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് സ്കാൻ വഴി കണ്ടുപിടിക്കാൻ പറ്റും. ഈ യൂട്രസിൻ്റെ ഉൾഭിത്തിയുടെ ലൈനിങ്ങിൻ്റെ തിക്നെസ് 5 മില്ലിമീറ്ററിൽ കൂടുതലാണെങ്കിൽ ആ എൻഡോമെട്രിയത്തിനെ നമ്മളൊരു ബയോപ്സി ചെയ്യേണ്ടതും ആവശ്യമാണ്, ക്യാൻസറോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ എൻഡോമെട്രിയൽ ബയോപ്സി നമുക്ക് 3 വിധത്തിൽ ചെയ്യാം. എൻഡോമെട്രിയൽ പിപ്പല്ലിംഗ് എന്ന് പറയും. അത് ഒരു സിറിഞ്ചും കാനുലയും വെച്ചിട്ട് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ തിന്നായിട്ടുള്ള ട്യൂബ് കിടത്തിയിട്ട് ഈ എൻഡോമെട്രിയം വലിച്ചെടുത്തിട്ട് അത് ടെസ്റ്റിന് അയക്കുകയാണ് ചെയ്യുക. അതൊരു OP പ്രൊസീജിയറായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് DNC എന്നുള്ളൊരു പ്രൊസീജിയറാണ്, ഡയലറ്റേഷൻ ക്യൂററ്റേജ് എന്ന് പറയും. അത് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് അണ്ടർ അനസ്തീഷ്യയിൽ ഒരു ക്യൂററ്റ് പാസ് ചെയ്തിട്ട് എൻഡോമെട്രിയംസ് ചുരണ്ടി എടുത്തിട്ട് അത് ബയോപ്സിക്ക് അയക്കും. ഏറ്റവും നല്ല ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇവാലുവേഷൻ ഫോർ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ഹിസ്ട്രോസ്കോപ്പിക് ഡയറക്റ്റഡ് ബയോപ്സി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹിസ്ട്രോസ്കോപ്പ് എന്നുള്ളത് ഒരു ടെലസ്കോപ്പ് വിത്ത് ക്യാമറയാണ്. അത് അനസ്തീഷ്യയിൽ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ആ യൂട്രസിൻ്റെ ഉൾവശം കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടുന്ന് ടിഷ്യൂസ് എടുത്തിട്ട് അത് ബയോപ്സി ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ബയോപ്സി ചെയ്തതിൽ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ആ പേഷ്യൻറ്റിനെ പിന്നെ ഫോളോ അപ്പ് ചെയ്താൽ മതി. അല്ല, പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ ആണെന്നുള്ളത് മനസ്സിലാകുകയാണെങ്കിൽ ക്യാൻസറിനുള്ള സ്പെഷ്യലിസ്റ്റ് ടീമിൻ്റെ ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. പിന്നെ ചില പ്രീ ക്യാൻസറസ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ അതിൽ യൂട്രസും ഓവറിയും എടുത്തു കളയേണ്ടി വരും. എന്തായാലും ഒരു ലേഡി പോസ്റ്റ് മെനോപോസൽ ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മെനോപോസ് ആയ ഒരു ലേഡിക്ക് ബ്ലീഡിങ് വരികയാണെങ്കിൽ അത് കുറച്ച് ജാഗ്രതയോടുകൂടി കാണണം. വേണ്ട എവാലുവേഷൻ ചെയ്ത് ഒന്നും പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്.